KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഈ നാടിന്റെ ധൈര്യം. സുഖമാണീ നിലാവ്, എന്തു സുഖമാണീ കാറ്റ്. തൊട്ടടുത്തിരുന്ന ഒരു ടീനേജ് രണ്ട് കാമുകന്മാർ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ വിസ്പർ ചെയ്യുന്ന രീതിയിലാണ് എൻ്റെ ടോട്ടൽ. എനിക്ക് പറഞ്ഞു തന്നതും അങ്ങനെയാണ്. ഒരു ഹിൽ സ്റ്റേഷനിൽ നിന്ന് ചെവിയിൽ ഇങ്ങനെ വിസ്പർ ചെയ്യുന്ന രീതിയിലാണ് പാടേണ്ടത്. ഞാൻ വളരെ കുഞ്ഞാണ് അത് കേൾക്കുമ്പോൾ, വളരെ കുഞ്ഞല്ല, ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ആയിരിക്കും. അപ്പൊ എന്റെ പ്രായം വെളിയിലാവൂടോ? 26 years പ്ലസ് ഓടുന്നു. ഹാപ്പി, ഐ ആം റിയലി ഹാപ്പി. എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല. 26, കാരണം ഞാൻ എൻ്റെ ഫീൽഡിലേക്ക് വരുമ്പോൾ ഞാൻ വളരെ പ്രൗഡായിട്ട് എനിക്ക് പറയാൻ പറ്റും, ഞാനൊരു ഗോഡ് ഫാദറും ഇല്ലാതെ വന്ന ഒരാളാണ്. മഴയുള്ള രാത്രിയിൽ മനസ്സിൻ്റെ തൂവലിൽ. അപ്പം മാഷിൻ്റെ അടുത്ത് എപ്പോഴും പറഞ്ഞിരുന്നു, നീ ഇപ്പം പാടുന്ന നിന്റെ ശബ്ദത്തിൽ പാടിയാൽ മതി. അപ്പം മാഷ് ദാസാറിനെ വിളിക്കുന്നത് യേശു എന്നാണ്. യേശുവിൻ്റെ ജയന്റെ ശബ്ദത്തിലൊന്നും പാടേണ്ട ആവശ്യമില്ല, നിന്റെ ശബ്ദത്തിൽ തന്നെ പാടിക്കോളൂ. ഈ രണ്ട് പാട്ടും എനിക്ക് ഭയങ്കര ഫേവററ്റ് ആണ്. ഞാൻ എപ്പോഴും പറയും, മഴയും ഞാനും കൂടെ ഭയങ്കരമായിട്ട് യോജിച്ചു പോകുന്ന ആൾക്കാർ. വേറൊരു പാട്ടുണ്ട്, മഴക്കാലമല്ലേ. അതെ, നിന്റെ ഫോട്ടോ ഉണ്ടല്ലോ പേപ്പറിൽ, നിനക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്ന്. നീ ആ ക്ലാസ് റൂമിൽ നിന്നൊക്കെ പാടുമ്പോൾ ഞാൻ വിചാരിച്ചില്ല കേട്ടോ നീ ഇത്രയും നല്ല പാട്ടുകാരനാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ പറഞ്ഞ ഫ്രണ്ട്സാണ്. ഞാൻ വന്നതിന് ശേഷം വന്ന ആളാണ് റീമി. എന്തോ റീമി കഴിഞ്ഞ് ജോത്സ്ന, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മള് വി ഗ്രൂ അപ്പ് ടുഗദർ. ഞാൻ റീമിയും ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. വിരൽ തൊട്ടുണർത്തുന്നതാരേ ആരേ. ക്യൂ സ്റ്റുഡിയോയിൽ മിഥു പ്രതാപ്, വെൽക്കം. താങ്ക് യു. മിഥു ചേട്ടൻ എൻ്റെ ഓർമ്മയിൽ എല്ലാ കാലത്തും ഉണ്ട് എന്നുള്ളതാണ്. അതായത് എനിക്ക് ഓർമ്മയുള്ള കാലം, എൻ്റെ പ്രായത്തിൻ്റെ അത്രയും പ്രായമുണ്ട് ചേട്ടൻ്റെ കരിയറിന്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ എല്ലാ കാലത്തും ചേട്ടനുണ്ട്. പക്ഷെ ഭയങ്കര വിയർഡായിട്ട് എനിക്ക് 2 മഴപ്പാട്ടുകളാണ് ചേട്ടൻ്റെ എപ്പോഴും ഓർമ്മ വരും. വിധു പ്രതാപ് എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ ഈ 2 പാട്ടും ഓട്ടോമാറ്റിക്കലി വരും. ഒന്ന് കഥയിലെ മഴയുള്ള രാത്രിയിൽ, ഒന്ന് എന്തോ മൊഴിയുവാൻ എന്ന് പറയുന്ന ഈ 2 മഴപ്പാട്ടുമാണ്. 2ഉം പ്രണയങ്ങളാണ്. പക്ഷെ 2ഉം 2 പ്രായത്തിലെ 2 കോൺസെപ്ച്വലി ഉള്ള പ്രണയങ്ങളാണ്. ഇത് 2ഉം എനിക്ക് സ്പെഷ്യലുമാണ്. അപ്പം ഇതിൽ തന്നെ ഇപ്പം മഴ എന്നുള്ള വാക്ക് ഉച്ചരിക്കുമല്ലോ, 2ലും 2 നുവാൻസസ് ആണ്. മഴയുള്ള രാത്രിയിൽ എന്ന് പറയുന്നത് ആദ്യത്തെ വാക്കാവുന്നതിൻ്റെ ആവാം, ആ നുവാൻസ് അല്ല എന്തോ മൊഴിയുവാനുള്ള മഴയ്ക്ക് ഉള്ളത്. ഇത്തരം എന്താ പറയാ, അതിന് കൊടുക്കുന്ന ഇമോഷൻ ഒരേപോലെ വരുന്നത്. അതുപോലെ ഇപ്പം എന്തോ മുഴുവൻ പറയുന്ന പ്രായത്തിലുള്ള ഒരാളല്ലല്ലോ ചേട്ടൻ. ഒരുപക്ഷെ കഥയിലെ പാട്ടിന് ആ പ്രായമായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റുമായിരിക്കും. ഇത് കുറച്ചും കൂടെ ഇൻഡിപെൻഡന്റ് സ്പേസിൽ നിൽക്കുന്ന പാട്ടാണ്, എന്നാൽ ആ ഇമോഷനോട് നമുക്ക് പരിചയമേ ഇല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്ന എങ്ങനെയാ ഒരേ പാട്ടിന്റെ ഒരേപോലത്തെ ഭാവങ്ങൾ വരുന്ന 2 പാട്ട്? ഞാൻ എപ്പോഴും ഒരു പാട്ട് പാടുമ്പോൾ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നേരത്തെ പാട്ട് അയച്ചു വരുമ്പോൾ അതിൻ്റെ ലിറിക്സ് കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. എങ്ങനെയാണ് അത്? രമേശൻ നായർ സാറാ എഴുതിയത്, അതിൻ്റെ മ്യൂസിക് ചെയ്തത് മനു രമേശൻ. ഈ എന്തോ മൊഴിയുവാൻ നമ്മുടെ വിനീത് കുമാറിലെ പൂച്ചക്കണ്ണുള്ള വിനീതാണ് അതിൻ്റെ ഡയറക്ഷൻ ആ ആൽബത്തിൻ്റെ. അതെ, അത് കുറേ പേർക്കറിയാം, കുറച്ച് പേർക്കറിയില്ല. അദ്ദേഹമാണ് അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഈ ലിറിക്സ് ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വിനീത് ആദ്യമേ പറഞ്ഞായിരുന്നു, ഇങ്ങനെ പല കാലഘട്ടത്തിലൂടെ പോകുന്നതാണ് എന്നുള്ളത് പറഞ്ഞു. പക്ഷെ ഞാൻ എപ്പോഴും അങ്ങനെ അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക പ്രിപ്പറേഷനൊന്നും ഞാൻ ഇതുവരെ ഒരു പാട്ടിന് വേണ്ടി പ്രിപ്പറേഷനൊന്നും എടുത്തിട്ടില്ല. ഞാൻ അപ്പം പോവും, ആ പാട്ട് മൊത്തം സിറ്റുവേഷൻ ഞാൻ ചോദിക്കും. ഒരു സോങ്ങിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്, അത് സിനിമയിൽ പാടുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കും എന്താണ് സംഭവം, എങ്ങനെയാണ് എന്നുള്ളത്. അത് സീനിയർ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിലും ജൂനിയർ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിലും ഞാൻ ചോദിക്കും എന്താണ് അതിൻ്റെ സിറ്റുവേഷൻ എന്നുള്ളത്. അപ്പോൾ അത് ചോദിച്ച് അത് മനസ്സിലാക്കിയാണ് പാടാറുള്ളത്. പിന്നെ അനക്ക് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ പോലെ പ്രത്യേക ആ മഴ എന്നുള്ളത് ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു എന്താ പറയണ്ടേ, അങ്ങനെ ശ്രദ്ധിക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോഴത്തെ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു കാര്യത്തിൽ ഞാൻ അങ്ങനെ പാടിപ്പോയി എന്നുള്ളതാണ്. പിന്നെ ഒരെണ്ണം നമുക്ക് കോട്ട് ചെയ്യാം, കാരണം മഴയുള്ള രാത്രി എന്ന് പറയുന്നത് എൻ്റെ കുറച്ചുകൂടെ ഒരു യങ് സമയത്ത് ഞാൻ വന്നത്, അതൊരു പക്ക ഒരു റൊമാൻറ്റിക് സോങ് ആണ്. മറ്റേതെന്ന് പറയുന്നത് കുറച്ചുകൂടെ ഹെവി ഒരു സോങ് ആണ്. പല കാലഘട്ടത്തിലൂടെ ഒരാൾ അയാളുടെ പ്രണയം തൊട്ട്, ചൈൽഡ്ഹുഡ് പ്രണയം തൊട്ട് വന്ന്
ടീനേജ് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഭാര്യ മരിക്കുന്ന അങ്ങനത്തെ ഒരു രീതിയിലാണ് ആ ആൽബം പോകുന്നത്. അപ്പോൾ അതിന് പ്രത്യേക പ്രിപ്പറേഷനോ സംഭവങ്ങളോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ എനിക്കെപ്പോഴും ഈ 2 പാട്ടും എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. ഞാനെപ്പോഴും പറയും മഴയും ഞാനും കൂടെ ഭയങ്കരമായിട്ട് യോജിച്ച് പോകുന്ന ആൾക്കാർ. വേറൊരു പാട്ടുണ്ട് മഴക്കാലമല്ലേ എന്ന് പറഞ്ഞിട്ട്. അതെ, മഴയും ഞാനുമായിട്ട് എപ്പോഴും യോജിച്ച് പോകുന്നത്. എനിക്കിഷ്ടമാണ് മഴ. അതെ, എനിക്കും ഇഷ്ടമാണ് മഴ. അതെ. ഈ മഴ എന്തോ മൊഴിയുവാൻ പറയുമ്പോ തന്നെ ഞാൻ വളരെ കുഞ്ഞാണ് അത് കേൾക്കുമ്പോൾ. വളരെ കുഞ്ഞല്ല, ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ആയിരിക്കും. അപ്പൊ എന്റെ പ്രായം വെളിയിലാവൂടോ? അത് ഒരു പ്ലസ് ആണല്ലോ, അത്രയും വലിയ കരിയർ എന്ന് പറയുന്നത്. ചിലർക്ക് വിചാരിക്കും ഇയാൾക്ക് ഒരു നാഴി പ്രായം ഉണ്ടല്ലേ, പക്ഷെ പ്രായം തോന്നുന്നില്ലല്ലോ. അത് മതി. ഞങ്ങള് ഞാൻ ഭയങ്കര ഓൾഡ് ആവുന്നോണ്ട് അറിയില്ല, എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പം താൻ തന്നെ മോഹിച്ച് വാഴുന്ന ഒരു ഈ മണ്ണിൽ താനെ ലയിക്കുവാനാകാം എന്ന് പറയുന്ന വരികളുണ്ട്. എനിക്ക് അത് ഭയങ്കര ഫേവറേറ്റ് ആണ്. കേൾക്കുന്ന കാലം തൊട്ടിട്ട് എനിക്കിത് ഭയങ്കര ഇമോഷനാണ്. അപ്പൊ അമ്മയും ഞാനും സംസാരിക്കുന്ന സമയത്ത് അമ്മ എപ്പോഴും പറയാ, ആ പാട്ടിന്റെ വിഷ്വല് ഭാര്യയ്ക്ക് യങ് ഫേസും ഭർത്താവിന് പ്രായമായ ഫേസുമാണ്. കാരണം അവർ നേരത്തെ മരിച്ചു പോകുന്നുണ്ട്. ഇയാൾക്കൊരു പ്രായമായ ഫേസ് പോലും ഓർക്കാനില്ല എന്നുള്ളത്. ഇത് ഭയങ്കര പോയറ്റിക് ആണ് ഇത് എന്ന് പറയുന്നത്. ഈ പാട്ടിന്റെ മുഴുവൻ കഥ എന്താ, എങ്ങനെയാണ് ഇത് മുഴുവനായിട്ട് ഉണ്ടായത്? ഇത് മനു എന്നെ വിളിക്കുന്നു. മനുവും ഞാനും കോളേജ് തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഇപ്പോഴും ആ ബന്ധം തുടരുന്നു. മനു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം, നമ്മുടെ വിനീതേട്ടൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നു, അതൊരു കവിതയാണ്, ഞാൻ ആദ്യം കവിത അയച്ചു തരാം എന്ന് പറയുന്നു. രമേശ് നായർ സാറാണ് എഴുതിയത്. അപ്പോൾ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മിതമായ അറിവ് വെച്ച്, എനിക്കങ്ങനെ കവിതയൊന്നും ഒരുപാട് അങ്ങനെ പിടികിട്ടുന്ന ഒരാളല്ല, പക്ഷേ മിതമായ അറിവ് വെച്ച് ഞാനിങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. എന്നിട്ട് രമേശ് നായർ സാറുമായിട്ടും എനിക്ക് നല്ല ക്ലോസ് കോണ്ടാക്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനിങ്ങനെ എൻ്റെ കുറച്ച് ഡൗട്ട്സൊക്കെ ചോദിച്ചു. സാർ ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സാറിങ്ങനെ വളരെ എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാർ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തന്നു, ഇതാണ് സംഭവം, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ ആ പാട്ടിൻ്റെ ഒരു ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ അതെല്ലാം സ്റ്റുഡിയോയിലെത്തി അപ്പം കമ്പോസ് ചെയ്തതാണ്. ആകെ മനു എനിക്ക് തോന്നുന്നു 4 വരിയെ കമ്പോസ് ചെയ്തിട്ടുള്ളവർ. എന്നിട്ട് പെട്ടെന്ന് അത് ഞാനും മനുവും കൂടെ ഒരു മാജിക് ഉണ്ട്, അങ്ങനത്തെ ഒരു മാജിക് ഉണ്ട്. അതായത് നമ്മൾ രണ്ടും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കമ്പോസ് ചെയ്യുന്നു, പാടുന്നു. ഇത് ഇങ്ങനത്തെ ഒരു രീതിയിലാണ് അത് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ വരി മനസ്സിലാക്കി നമുക്കറിയാവുന്ന അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് പാടി. പക്ഷേ ഇതിലെല്ലാത്തിലും പുറമെ വിനീതിനൊരു പ്രത്യേക കൈയടി കൊടുത്തേ പറ്റുള്ളൂ. അത് ഹി ബ്യൂട്ടിഫുള്ളി പിക്ചറൈസ്ഡ് ഇറ്റ്. അതായത് ഭയങ്കര രീതിയിൽ ആ സമയത്ത് ഇറങ്ങിയ ആ സമയത്ത് വളരെ എന്താ പറയുക, ഒരു ഫിലിമി സ്റ്റൈലിലാണ് അദ്ദേഹം അത് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതലും കയ്യടി ആ വീഡിയോ പാർട്ടുണ്ട്. കാരണം എത്രയായിരുന്നാലും പ്രത്യേകിച്ച് ആ സമയത്തെന്ന് പറയുന്നത് വീഡിയോ ആണ്, ഇപ്പോഴും അത് തന്നെയാണ്, വീഡിയോ ആണ് ആൾക്കാരുടെ കണ്ണിൽ ആദ്യം കയറുന്നത് ഓഡിയോയെക്കാട്ടിലും. വീഡിയോ എത്ര നന്നാവുന്നോ അത്രയും മനസ്സിൽ നിൽക്കും ആൾക്കാരുടെ മനസ്സിൽ. അപ്പോൾ അദ്ദേഹം അതിൽ ഭയങ്കരമായിട്ട് ജസ്റ്റിസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ്, അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ അടുത്ത് പറഞ്ഞു തന്ന ആ ഒരു സംഭവം, ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും വിനീതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു, വിനീത് ഇങ്ങനെയാണോ സംഭവം, ഇതാണോ സംഭവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹവും എന്നെ ഗൈഡ് ചെയ്തു കറക്റ്റായിട്ട്. അങ്ങനെ ഇറ്റ്സ് എ ടീം എഫേർട്ട്. പിന്നെ എനിക്ക് അത്രയും നല്ലൊരു വർക്കിലൊരു ഭാഗമാവാൻ സാധിച്ചു. ഇപ്പോഴും സ്റ്റിൽ ഞാൻ പബ്ലിക് ഷോസിന് പോകുമ്പോൾ റിക്വസ്റ്റ് വരുന്നൊരു സോങ്ങാണ്. നമുക്കത് അങ്ങനെ ഒരു റിക്വസ്റ്റ് വരുമ്പോഴാണ് നമുക്ക് കൂടുതലും ആൾക്കാരെ മനസ്സിലാക്കുന്നത്, ഓക്കെ ഇവർക്ക് എല്ലാവർക്കും ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത്. എല്ലാ ജനറേഷനും എക്സാക്ട്ലി. ഇപ്പോഴും ആൾക്കാർ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ജനറേഷനിലുള്ള ആൾക്കാരാണെങ്കിലും കുറേ പേർക്കൊക്കെ ഇഷ്ടമാണ്, മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പാട്ടാണ് ആ പാട്ട്. എന്തോ മൊഴിയുവാനുണ്ടാകുമേ മഴയ്ക്കെന്നോടു മാത്രമായി, ഏറെ സ്വകാര്യമായി. എന്തോ മൊഴിയുവാനുണ്ടാകുമേ മഴയ്ക്കെന്നോടു മാത്രമായി, ഏറെ സ്വകാര്യമായി.
സന്ധ്യ തൊട്ടേ വന്നു നിൽക്കുകയാണവൾ എൻ്റെ ജനാല തന്നരികിൽ, ഇളം കുങ്കുമക്കാറ്റിൻ്റെ ചിറകിൽ എന്തോ മൊഴിയുവാനുണ്ടാകുമീ മഴയ്ക്കെന്നോടു മാത്രമായി, ഏറെ സ്വകാര്യമായി. എനിക്കിത് ഭയങ്കര പേഴ്സണൽ മെമ്മറി ആയിരിക്കും. എന്താ എനിക്ക് ഇത്രയും എന്താ ഇഷ്ടം ഈ പാട്ടിനോടൊരു എനിക്ക് താല്പര്യം മഴ കൂടുതൽ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ്. മഴ ഭയങ്കര സുഖമുള്ള, വെള്ളപ്പൊക്കം വരുന്നത് വരെ അതെ. അത് നല്ലതാ. തലയ്ക്ക് മേലെ ഒരു സാധനം ഉണ്ടെങ്കിൽ അതെ, കുഴപ്പമില്ല. റൊമാൻറ്റിസൈസ് ചെയ്യാൻ പാടില്ല എന്നാണ് മഴ. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ ചേട്ടനെ പറയുമ്പം ചേട്ടന്റെ ശബ്ദം എന്ന് പറയുന്നത് ചേട്ടൻ്റെ ഒരു ഐഡന്റിറ്റിയാണ്. ഓൾവേസ് ഇത് കോൺസ്റ്റന്റ്ലി ഇപ്പൊ പോലും ചേട്ടന്റെ ശബ്ദം എവിടെ കേട്ടാലും തിരിച്ചറിയുന്ന തരത്തിൽ എല്ലാവർക്കും തിരിച്ചറിയും. അത് വിധു പ്രതാപ പാടിയത് നമുക്ക് ഒരു സ്പെഷ്യൽ നൊട്ടേഷൻ ഇല്ലാതെ തന്നെ മനസ്സിലാവും. ഇത് തീരുമാനിക്കേണ്ടത് നമ്മുടെ ശബ്ദത്തെ നമ്മൾ തിരിച്ചറിയണം. അത് ഓക്കെ, ഈ ടോണാണ് എനിക്കുണ്ടാവുക, ഈ ടോണിൽ ഞാൻ പാടുമ്പോഴാണ് ആളുകൾക്ക് കണക്ട് ആവുക, അല്ലെങ്കിൽ ഈ പാട്ടിന് ഈ ശബ്ദമാണ് കൊടുക്കേണ്ടതെന്നൊക്കെ തിരിച്ചറിയുമല്ലോ. അതൊക്കെ ഏത് പോയിന്റിലാണ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്? ഡിസൈഡ് ചെയ്യല്ല, ഉരുത്തിരിഞ്ഞ് വന്നത്. ഞാൻ എല്ലാവരുടെ പാട്ടും കേട്ടിരുന്ന ഒരാളാണ്. അതായത് ദാസ് സാറ്, ജയചന്ദ്രൻ മാഷ്, ശ്രീകുമാർ ഏട്ടൻ, വേണുചേട്ടൻ, മുഹമ്മദ് റഫി സാറ്, SPB സാറ്, അങ്ങനെ എല്ലാവരുടെ പാട്ടും കേൾക്കും. പക്ഷെ ഞാൻ ഒരാളെയും ഇമിറ്റേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അവരൊക്കെ ലെജൻസാണ്. എനിക്ക് ആ ശബ്ദം അനുകരിക്കാനോ അതിനുള്ള ഒരു ഇതൊന്നും എനിക്കില്ല, ആ കഴിവൊന്നുമില്ല. അപ്പം ഞാൻ അത് സ്റ്റേജിൽ പാടുമ്പോഴും എൻ്റേതായിട്ടുള്ള ശബ്ദത്തിൽ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ പാടിയിരുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻസൊക്കെ ഞാൻ മാക്സിമം കൊണ്ടുവരാൻ നോക്കും. പക്ഷേ എങ്കിലും എൻ്റെ ശബ്ദത്തിലാണ് ഞാൻ പാടിയിരുന്നത്. അതിലൊരു മാറ്റം ഞാൻ ഒരിക്കലും കൊണ്ടുവരാൻ വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കവെയാണ് ദേവരാജ മാസ്റ്ററിൻ്റെ അടുത്ത് പോയപ്പോൾ ദേവരാജ മാസ്റ്ററിൻ്റെ കൂടെ ഒരു 3.5 വർഷം വർക്ക് ചെയ്യാനുള്ളൊരു ഇത് കിട്ടി എനിക്ക്. മാഷ് പറഞ്ഞു, നീ ഇപ്പോൾ പാടുന്ന രീതിയിൽ തന്നെ പാടിയാൽ മതി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുകുല വിദ്യാഭ്യാസം പോലെയായിരുന്നു. എല്ലാ ദിവസവും കോളേജ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വൈകുന്നേരം മാഷിൻ്റെ വീട്ടിൽ പോകും. മാഷിൻ്റെ വീട്ടിൽ പോയതിന് ശേഷം മാഷോട് ഇരിക്കും. പാട്ടുകൾ, കുറേ പാട്ടുകളുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, ധാരാളം കേൾക്കാൻ പറയും. ഞാനിങ്ങനെ അന്ന് കാസറ്റാണ്, നിങ്ങൾക്കൊന്നും കാസറ്റ് അറിയാമോ എന്നറിയില്ല. അതെ, കാസറ്റാണ്. അപ്പോൾ കാസറ്റിലിട്ടതിന് ശേഷം കുറേ പാട്ടുകൾ കേട്ടിട്ട് എനിക്കിഷ്ടമുള്ള പാട്ട് സെലക്ട് ചെയ്തിട്ട് മാഷിൻ്റെ അടുത്ത് പറയാം, മാഷ് ഇതെനിക്ക് പഠിക്കണം എന്ന് പറയുമ്പോൾ മാഷ് കട്ടിലിൽ കിടക്കും. ഞാനിങ്ങനെ ടേപ്പ് റെക്കോർഡറിലിടും, ഓരോന്ന് കേൾക്കും, പാടും. മാഷിങ്ങനെ മാഷിൻ്റേതായിട്ടുള്ള കുഞ്ഞി ഒറിജിനൽ സോങ്ങിനെക്കാട്ടിലും കുറച്ച് കുഞ്ഞി തിരുത്തുകളൊക്കെ മാഷ് ചെയ്യാറുണ്ട്. അങ്ങനെ പൊക്കോണ്ടിരുന്നൊരു സമയം. അപ്പോൾ മാഷിൻ്റെ അടുത്ത് എപ്പോഴും പറഞ്ഞിരുന്നു, നീ ഇപ്പോൾ പാടുന്ന നിൻ്റെ ശബ്ദത്തിൽ പാടിയാൽ മതി. അപ്പോൾ മാഷ് ദാസാറിനെ വിളിക്കുന്നത് യേശു എന്നാണ്. യേശുവിൻ്റെ ജയൻ്റെ ശബ്ദത്തിലൊന്നും പാടേണ്ട ആവശ്യമില്ല, നിൻ്റെ ശബ്ദത്തിൽ തന്നെ പാടിക്കോളൂ എന്ന് പറഞ്ഞു. അതെനിക്കൊരു ധൈര്യമായിരുന്നു. അതിങ്ങനെ മുമ്പോട്ട് പോയി. കുറേ ഈ പറഞ്ഞ പോലെ അവസരങ്ങൾക്ക് വേണ്ടി ആ സമയത്തൊക്കെ ചെന്നൈയിലാണ് കുറേ പോയി. അപ്പോൾ ആ സമയത്തൊക്കെ എന്താ പറയണ്ടേ, കുറേ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു കട്ടി പോരാ ശബ്ദത്തിന് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഒരു കട്ടി വേണം എന്നുള്ളതൊക്കെ. പക്ഷേ എൻ്റെ ശബ്ദത്തിൻ്റെ അതിൻ്റെ ഒരു വ്യത്യാസം തിരിച്ചറിഞ്ഞത് മോഹൻ സിത്താര സാറാണ്. മോഹൻ സിത്താര സാറ് കൊണ്ടുവന്നിട്ട് അതിന് മുമ്പ് വിദ്യാജി പാടിപ്പിച്ചത് വാളെടുത്താൽ, അതായിരുന്നു എൻ്റെ ഒരു വലിയ ബ്രേക്ക്. അത് കഴിഞ്ഞ് സുഖമാണി നിലാവ് വന്നപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞു, ഇത് ഏതാ ശബ്ദം, താരാ ഇത് എന്നുള്ളത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് ആ പാട്ടിൻ്റെ ഭംഗിയാണ് കേട്ടോ, എൻ്റെ ശബ്ദത്തിൻ്റെ ഭംഗി എന്നല്ല ഞാൻ പറയുന്നത്. കൂടെ പാടിയത് ജോത്സ്നയാണ്. അപ്പോൾ അത് മൊത്തത്തിൽ ഇങ്ങനെ തൊട്ടടുത്തിരുന്ന് ഒരു ടീനേജ് 2 കാമുകന്മാർ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ വിസ്പർ ചെയ്യുന്ന രീതിയിലാണ് എൻ്റെ ടോട്ടൽ. എനിക്ക് പറഞ്ഞു തന്നതും അങ്ങനെയാണ്. ഒരു ഹിൽ സ്റ്റേഷനിൽ നിന്ന് ചെവിയിൽ ഇങ്ങനെ വിസ്പർ ചെയ്യുന്ന രീതിയിലാണ് പാടേണ്ടത്. വളരെ ഹസ്കി ആയിട്ട് പാടണം. ഈ ഹസ്കി എന്നുള്ള വാക്ക് എന്നാ വരുന്നത്. അപ്പോൾ അങ്ങനെ പാടി തുടങ്ങിയപ്പോഴാണ് എൻ്റെ ശബ്ദം ആൾക്കാർ അംഗീകരിച്ചു തുടങ്ങിയത്. പിന്നെ മനസ്സിലായി, ഓക്കെ. പിന്നെ അപ്പോഴേക്കും പിന്നെ ഒരു വലിയൊരു ചേഞ്ച് നമ്മുടെ എന്താ പറയണ്ടേ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നു. അതിനുശേഷമാണ് ഞാൻ, ജോത്സ്ന, അഫ്സലിക്ക, റീമി, അങ്ങനെ കുറേ പേരുടെ ഒരു കുത്തിക്കയറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ജനറേഷൻ കയറിയത്. അപ്പോൾ എൻ്റെ ശബ്ദം എന്തോ ആസ് എ ബ്ലെസ്സിങ് അത് സ്റ്റാൻഡ് ഔട്ട് ചെയ്തു. പിന്നെ ഞാൻ പറയില്ല, എനിക്ക് വേറെ ആരെയും അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം അവർ ഈ പറഞ്ഞ ഭയങ്കര ലെജൻസാണ്. അപ്പോൾ എനിക്ക് എൻ്റെ
ശബ്ദത്തിൽ ഞാനിങ്ങനെ തമാശയ്ക്ക് പറയും, രാവിലെയൊക്കെ ആരെങ്കിലുമൊക്കെ വിളിക്കാൻ നേരത്ത് ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ പറയും, ഇത് ചേട്ടാ ഭയങ്കര ബാസാണല്ലോ ശബ്ദം. ഞാൻ പറയും, രാവിലെ ഞാൻ ദാസാറ, വൈകുന്നേരം വിളിച്ചാലേ ഞാൻ വിധു പ്രതാപാവുള്ളൂ എന്ന് പറയും. അപ്പോൾ അതിങ്ങനെ തമാശയ്ക്കാണെങ്കിൽ പോലും എനിക്കതേ പറ്റുള്ളൂ. എൻ്റെ ശബ്ദത്തിൻ്റെ ഒരു ഓരോ ശബ്ദത്തിനും ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അത് ഉൾക്കൊണ്ട് അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി, എനിക്കതേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോയി. എനിക്ക് പറ്റുന്ന കുറേ പാട്ടുകൾ മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ നേരത്തെ എന്നൊക്കെ പറഞ്ഞതുപോലെ ആ ഒരു ഐഡൻറ്റിറ്റി എനിക്ക് വന്ന് അങ്ങനത്തെ കുറച്ച് സോങ്സ് കിട്ടിയപ്പോൾ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഭയങ്കര സൂത്തിങ് ആയ വോയിസ് ആണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ സ്വകാര്യം പറയുന്ന പോലെ അടുത്തുനിന്ന് കേൾക്കുന്ന ഒരു സുഖം കിട്ടുമല്ലോ. ആ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ഷാർപ്പായിട്ട് പാടുന്ന ആളുകളിൽ നിന്ന് ഈ പറയുന്ന പോലെ ഹസ്കിയായി സോഫ്റ്റായി. അല്ല, എൻ്റെ ശബ്ദത്തിന് ഈ പറഞ്ഞ പോലെ പല പ്രശ്നങ്ങളും കാണാം, പക്ഷേ എല്ലാ ശബ്ദത്തിനും ഒരു യുണീക്നെസ് ഉണ്ട്, ഒരു ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതലും നമുക്ക് മനസ്സിലാക്കിപ്പിച്ച് തന്നത്, അല്ലെങ്കിൽ ഒരു മോഡേൺ വേൾഡിൽ അല്ലെങ്കിൽ മോഡേൺ ഫിലിം ഇതിൽ കൂടുതൽ മനസ്സിലാക്കിപ്പിച്ച് തന്നത് റഹ്മാൻ സാറാണ്. ഭയങ്കര വ്യത്യാസമായിട്ടുള്ള ടോൺസ് ഉള്ള അല്ലെങ്കിൽ വോയിസസ് ഉള്ള ആൾക്കാരെ വെച്ച് അദ്ദേഹം എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട് പല പാട്ടുകളും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഓരോരുത്തരുടെയും വോയിസിൻ്റെ ഐഡൻറ്റിറ്റി ആൾക്കാർക്ക് മനസ്സിലാവാൻ തുടങ്ങി. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇന്നയാളാണ് പാടിയത്, ഇത് ഇന്നയാളാണ് പാടിയത്. എല്ലാവരുടെയും വോയിസിന് ഒരു ഐഡൻറ്റിറ്റി വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് എല്ലാവർക്കും ഒരു ബ്ലെസ്സിങ് അല്ലേ. ഇന്നയാൾ പാടുന്നു എന്ന് കേൾക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും പാടിയതാണെന്ന് നേരത്തെ പറഞ്ഞ പോലെ അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സിംഗറിനെ സംബന്ധിച്ച് വലിയൊരു ബ്ലെസ്സിങ്. ഹാപ്പി. അത് ഈ സൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതും ഒരു സിംഗറെ സംബന്ധിച്ചോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് റുട്ടീൻ വേണമല്ലോ. ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിൻ്റെ ഭാഗം ശബ്ദം കൂടെയാണ് എന്നുള്ളതാണല്ലോ പാട്ടുകാർ. അപ്പോൾ ചേട്ടൻ എങ്ങനെയാണ് ശബ്ദത്തിനെ കൊണ്ടു നടക്കണേ? ഞാനിത് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നും ചെയ്യാറില്ല ശബ്ദത്തിന് വേണ്ടി. ഞാൻ തണുത്തത് കഴിക്കും, ഞാൻ വെയിലത്ത് നിന്ന് ക്രിക്കറ്റ് കളിക്കും, ഞാൻ വെയിലത്ത് നിന്ന് പെർഫോം ചെയ്യും, ഞാൻ പൊടിയുടെ ഇടയിൽ പോവും, ഷൂട്ടിൻ്റെ ഇടയിലാണെങ്കിൽ ഞാൻ ഷൂട്ടിലും മറ്റതിലും എല്ലാത്തിലും പങ്കെടുക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ശബ്ദത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ആ സ്റ്റാർട്ടിങ് സമയത്ത് എൻ്റെ ഫാദറായിരുന്നു എൻ്റെ കൂടെ ഉള്ളത്. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ തണുത്ത് കഴിക്കരുത്, പൊടിയിൽ മാറിയിക്ക്, അല്ലെങ്കിൽ ചൂട് വേണ്ട, നീ വെയിലത്ത് നിന്ന് മാറിയിക്ക് എന്നുള്ളതൊക്കെ പറയെങ്കിലും അതൊരു ഈ പറഞ്ഞ പോലെ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒന്നും എൻ്റെ ടച്ച്വുഡ് എൻ്റെ ശബ്ദത്തിന് വരാറുമില്ല, ഞാൻ ശബ്ദത്തിനൊന്നും ശ്രദ്ധിക്കാറുമില്ല. അതായത് അതങ്ങനെ പണ്ട് ബാലമുരളി സാർ ഇതേ ക്വസ്റ്റ്യൻ ബാലമുരളി സാറിൻ്റെ അടുത്തൊരു ഇൻ്റർവ്യൂവർ ചോദിച്ചിട്ടുണ്ട്. സാറ് ശബ്ദത്തിന് വേണ്ടി അല്ലെങ്കിൽ പാടാൻ നേരത്ത് സാർ എന്തൊക്കെ പ്രിപ്പറേഷനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതല്ല, എനിക്ക് അദ്ദേഹം പറഞ്ഞ കോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ കയറി എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്നൊരു സാധനം അവിടെ ഇരിക്കുകയാണ്, അവിടെ പോയി എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് വേണ്ടി കൂടുതൽ പ്രിപ്പറേഷൻ ഒന്നും നടക്കാറില്ലല്ലോ. നമ്മളിപ്പോൾ അനക്കടുത്ത് പറയണത് അനക്ക ആ കപ്പ് ഒന്ന് എടുത്ത് തരുമോ എന്ന് വെച്ചാൽ അനക്ക ഇങ്ങനെ കാലൊക്കെ എടുത്ത് വെച്ച് അത് പോയി എടുത്തിട്ട് വരാൻ പ്രിപ്പറേഷനൊന്നും കൊടുക്കാറില്ല. അനക്ക നടക്കും, ആ കപ്പ് എടുക്കും, തിരിച്ചു വന്നിരിക്കും, അല്ലേ? അത്രയല്ലേ ഉള്ളൂ. അദ്ദേഹം പറയുന്നത് അതുപോലെയുള്ളൂ എനിക്ക് പാട്ടും ആണ്. ഏത് സമയത്ത് പാടാൻ പറഞ്ഞാലും പാടുക. പ്രാക്ടീസ് അത് വേറെ കാര്യം, അത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പ്രാക്ടീസ് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അത് തന്നെയാണ് ഡെഫിനറ്റ്ലി ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് എപ്പോഴും പറയാം. നമ്മളിങ്ങനെ ദാസാർ പറയുന്ന പോലെ എന്താണ് മണ്ണിങ്ങനെ വളവിട്ടിങ്ങനെ നല്ല ഇങ്ങനെ റെഡിയാക്കി വെക്കുക. ഏത് വിത്തിട്ടാലും ആ വിത്ത് നല്ലോണം കിളുക്കണം അതിനകത്ത്. അതുപോലെ നിങ്ങൾ റെഡിയാക്കി വെക്കുക. അതൊക്കെ നമ്മൾ ഈ വലിയ ആൾക്കാർ ലെജൻഡറി ആയിട്ടുള്ള സിംഗേഴ്സ് മ്യൂസീഷ്യൻസ് പറയുമ്പോൾ നമുക്ക് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കോട്ടുകൾ നമ്മളുടെ മനസ്സിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടീസ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്, അത് വേറെ കാര്യം. പക്ഷെ സൗണ്ടിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ ഞാനൊന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് എനിക്കറിയില്ല അത് എത്രത്തോളം ആൾക്കാരത് സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇതുവരെ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ഐസ്ക്രീം കഴിക്കും. ഞാൻ വീട്ടിലുള്ളപ്പോൾ ഐസ്ക്രീം ഞാൻ മാത്രമേ കഴിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ തന്നെ ഞാനും ദീപ്തിയും കൂടെ ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് ആദ്യം വന്ന് ഐസ് വാട്ടർ ഇങ്ങനെ വെക്കാൻ നേരത്ത് ഇവർ തിരിച്ചു വയ്ക്കും. ദീപ്തിയോട് വെച്ചിട്ട് ഞാൻ പറയില്ല, എനിക്കാ വേണ്ട എന്ന് പറഞ്ഞ് വെച്ചിട്ട് അപ്പുറത്ത് സാധാരണ ദീപ്തി അങ്ങനെ ഐസ് വാട്ടർ കുടിക്കാറില്ല. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് അതെന്തോ പണ്ട് തൊട്ടേ ഞാൻ പറയില്ല, നമ്മൾ ഈ 5ാം ക്ലാസ് 6ാം ക്ലാസ് യൂത്ത് ഫെസ്റ്റിവൽ തുടങ്ങി ഈ സിപ്പപ്പൊക്കെ കുടിച്ചു പോയി പാട്ട് പാടുകയും ഗ്രൂപ്പ് സോങ്ങിന് മത്സരിക്കുകയും ലൈറ്റ് മ്യൂസിക്കിന് എൻ്റെ അമ്മൂമ്മയാണ് എന്നെ പണ്ട് കോമ്പറ്റീഷൻസിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അമ്മൂമ്മ എപ്പോഴും പറയും, ഇവനിങ്ങനെ അപ്പുറത്തെ പറമ്പിൽ പോയി ക്രിക്കറ്റൊക്കെ കളിച്ചിങ്ങനെ
വിയർത്ത് കുളിച്ചിട്ടാണ് ഞാൻ ഓടിപ്പോരുന്നത് പാട്ട് പാടാൻ. അപ്പം അമ്മമ്മ ഇങ്ങനെ പിച്ചൊക്കെ തരും എനിക്ക്, പോ ചെല്ലി പോയി പാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെയാണ് എന്നെ വിട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധ പൊതുവേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ പാടും, ഇറങ്ങി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് അത് ശ്രദ്ധിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് എൻ്റെ 100% കൊടുക്കാൻ ഞാൻ നോക്കും. അല്ലാത്തപ്പോഴൊക്കെ അതതിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ അങ്ങ് പോവുക. അപ്പം ഈ പറഞ്ഞ പോലെ ക്രിക്കറ്റ് കളിച്ച് നടന്ന് അതിൻ്റെ ഇടയ്ക്ക് പോയി പാട്ടുപാടി വന്നിരുന്ന ആള് എപ്പോഴാണ് ഇത് ഫുൾ ടൈം ഇതാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്? പഠിത്തത്തിലൊരു ആവറേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബിലോ ആവറേജ് ആയിരുന്നു ഞാൻ. അങ്ങനെ വലിയ സ്റ്റൂഡിയോസ് ഒന്നും ഉള്ള ആയിരുന്നില്ല ഞാൻ. അപ്പോൾ ഇങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു, പ്രീ ഡിഗ്രി ആയപ്പോഴൊക്കെ ഇങ്ങനെ ഡിഗ്രിക്കൊക്കെ അഡ്മിഷൻ കിട്ടി എങ്ങനെയെങ്കിലുമൊക്കെ. അപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എനിക്ക് BCom എടുക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. അച്ഛൻ പറഞ്ഞു, വെറുതെ ഒരു കുട്ടിയുടെ സീറ്റ് കളയരുത്, BCom എടുത്തിട്ട് എന്തായാലും നീ തോക്കും, അപ്പോൾ ഡിഗ്രി ലിറ്ററേച്ചറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുത്താൽ പോരെ. ലിറ്ററേച്ചർ തോറ്റാൽ കുഴപ്പമൊന്നുമല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ എങ്കിലും ലിറ്ററേച്ചർ ആകുമ്പോൾ കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ വായിച്ച് നമുക്ക് എഴുതാമല്ലോ എന്നുള്ള രീതിയിൽ പോരുന്നതാണ്. അപ്പോൾ എൻ്റെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഭയങ്കര ഫുൾ സപ്പോർട്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ അന്തക്കാലത്തും ഇന്തക്കാലത്തും ഒരു എൻജിനീയർ ആവുക അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുക എന്ന് പറയുന്നത് എല്ലാ പേരൻസും ആഗ്രഹിക്കുന്ന, ലൈഫ് സെക്യൂർഡ് ആവുക എന്നുള്ളതുണ്ടല്ലോ, ഒരു പ്ലാൻ ബി എന്ന് പറയുമല്ലോ. എന്നെ സംബന്ധിച്ച് പ്ലാൻ ബി ഉണ്ടായിരുന്നില്ല. പ്ലാൻ എയും ബിയും സിയും ഡിയും ഒക്കെ ഒറ്റ ഇത് തന്നെയായിരുന്നു. ഞാൻ ഇതിൽ തന്നെ നിൽക്കും, എനിക്ക് വേറൊന്നും അറിഞ്ഞുകൂടാ, എനിക്ക് വേറൊന്നും ചെയ്യാൻ അറിയില്ല, ബിസിനസ് ചെയ്താൽ വിജയിക്കുമോ എന്ന് എനിക്കറിയില്ല, ഞാനിത് ചെയ്തിട്ടില്ല, ബാക്കിയൊന്നും എനിക്കറിയില്ല. എൻ്റെ എന്ന് പറഞ്ഞാൽ കല, അതിനകത്ത് ഞാൻ പാടും, അഭിനയിക്കും, കമ്പോസ് ചെയ്യും, ഇതെല്ലാം ചെയ്യും. കലയുമായി ബന്ധപ്പെട്ട് എല്ലാം ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ ബാക്കി അതിനെ ഡൈവേർട്ട് ചെയ്ത് എനിക്ക് ഒന്നും ചെയ്യാൻ എനിക്കറിയില്ല. അച്ഛൻ പറഞ്ഞു, ശരി കുഴപ്പമില്ല, നിനക്കിഷ്ടമുള്ള രീതിയിൽ നീ മുമ്പോട്ട് പോകും എന്ന് പറഞ്ഞിട്ടൊരു ഫുൾ സപ്പോർട്ട് തന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെന്നൈയിലായിരുന്നു അന്ന് കംപ്ലീറ്റ് ഇതിൻ്റെ മലയാളം ഫിലിം ഇൻഡസ്ട്രി മുഴുവൻ ഉണ്ടായിരുന്നത്. അവിടെ പോകുന്നു, ഓരോ സംഭവങ്ങൾ ഈ പറഞ്ഞ സ്റ്റുഡിയോസ് ഓരോ അവസരങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നടക്കുന്നു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഒറ്റ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്കിതല്ലാതെ വേറെ ഒന്നും അറിയില്ല. നമുക്കൊരു ഇപ്പം എല്ലാവർക്കും അറിയാം, നമ്മളൊരു കാര്യം മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചാൽ അത് നടക്കും എന്നുള്ളത്. എൻ്റെ മനസ്സിൽ വേറെ പ്ലാൻ ബി ഇല്ലായിരുന്നു, എൻ്റെ ഒറ്റ പ്ലാനേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് മുമ്പോട്ട് പോയി. ഇപ്പോൾ 26 years പ്ലസ് ഓടുന്നു. ഹാപ്പി, ഐ ആം റിയലി ഹാപ്പി. എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല. 26, കാരണം ഞാൻ എൻ്റെ ഫീൽഡിലേക്ക് വരുമ്പോൾ ഞാൻ വളരെ പ്രൗഡായിട്ട് എനിക്ക് പറയാൻ പറ്റും, ഞാനൊരു ഗോഡ് ഫാദറും ഇല്ലാതെ വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് വേറൊന്നും, എൻ്റെ കഷ്ടപ്പാടും എൻ്റെ ഓരോ തുള്ളി വിയർപ്പ് ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാപ്പി. 26 years എന്ന് ഞാൻ ചിന്തിച്ചിരുന്നതല്ല, ഇനിയും ഞാൻ മുമ്പോട്ട് പോകുമെന്നുള്ള വിശ്വാസമുണ്ട് എനിക്ക്. അങ്ങനെ ഇരിക്കുന്നു. കോൺസ്റ്റന്റ്ലി ഞങ്ങളുടെ എല്ലാം കാതിനപ്പുറത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാ. ഇത് പറയുമ്പോൾ ഹിറ്റുകളുടെ ഭാഗമാണ് ചേട്ടൻ. എല്ലാ കാലത്തും എന്താ പറയാ, ഏതെങ്കിലും ഒരു പാട്ട് എനിക്ക് ഓർത്തെടുത്ത് പറയാൻ പറ്റും, ഒന്നെങ്കിലും എനിക്ക് പറയാൻ പറ്റും, ഇവൻ ഞാൻ വളർന്നു വരുന്ന പ്രായത്തിലാണെങ്കിൽ പോലും. അപ്പം എനിക്ക് തോന്നുന്നു 20 വയസ്സിലാണ് ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അപ്പം റെക്കഗ്നിഷൻ കിട്ടുക എന്നെല്ലാം പറയുന്നത് ഈ പറയുന്ന എല്ലാ വേർപ്പിന്റെയും കഷ്ടപ്പാടിന്റെയും ഒക്കെ എന്താണ്. പക്ഷെ ഹിറ്റുകളെ സ്വീകരിക്കണല്ലോ, നമ്മളതിനെ ചേർത്ത് പിടിക്കണല്ലോ. അതെങ്ങനെയുണ്ടായിരുന്നു, എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന അന്ന് സോഷ്യൽ മീഡിയ സംഭവങ്ങളൊന്നുമില്ല. അന്നൊരു പേപ്പറുണ്ട്, ഒരു ചാനലുണ്ട്, ന്യൂസ് ഉണ്ട്, അത്രയേ ഉള്ളൂ, ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. അപ്പോൾ പേപ്പറിലൊക്കെ വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ബാക്കിലിരിക്കാൻ നേരത്ത്, ബൈക്കിൽ പോകാൻ നേരത്ത് എൻ്റെ ഫ്രണ്ട് ചോദിച്ചു, ഡേ നിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ പേപ്പറിൽ, നിനക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്ന്. നീ ആ ക്ലാസ് റൂമിൽ നിന്നൊക്കെ പാടുമ്പോൾ ഞാൻ വിചാരിച്ചില്ല കേട്ടോ നീ ഇത്രയും നല്ല പാട്ടുകാരനാണെന്നുള്ളത്. അപ്പം അങ്ങനെ പറഞ്ഞ ഫ്രണ്ട്സാണ്. അപ്പോൾ ആ ഒരു ലാഘവത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ട് വരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ 20ാമത്തെ വയസ്സിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പക്ഷെ ആ സമയത്ത് ആ സ്റ്റേറ്റ് അവാർഡിൻ്റെ മഹാത്മ്യം എനിക്കറിയാം, എത്രയെന്നല്ല അതൊരു അംഗീകാരമാണ്. പക്ഷെ അതിൻ്റെ ഈ പറഞ്ഞ പോലെ അത് അത്രയും ഓക്കെ, ഞാൻ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് എന്നുള്ള ആ ഒരു റെസ്പോൺസിബിളായിട്ട് ഞാൻ അങ്ങനെയൊന്നും മുമ്പോട്ട് വരുന്നില്ല, ഞാനിങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമായിരുന്നു. പിന്നെ ഹിറ്റ്സ് എന്ന് പറയുന്നത് എനിക്കിപ്പോഴും തോന്നാറുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു സോളാണ്. എനിക്കെപ്പോഴും തോന്നാറുണ്ട്, കാരണം ഞാൻ അന്ന് പാടി വെച്ച പാട്ടുകൾ ഇന്നും ഹിറ്റാണെന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. അതായത്
നമുക്കൊരു ബാൻഡുണ്ട്, ഇറ്റ്സ് വിധു പ്രതാപ് എന്ന് പറഞ്ഞിട്ട്. എനിക്കൊക്കെ അറിയാമല്ലോ, എനിക്ക് കുറേ ഫ്രണ്ട്സൊക്കെ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാം, അതായത് ഒരു 90% ജെൻസി കുട്ടികളാണ് എല്ലാം. അപ്പോൾ ഈ കുട്ടികളെല്ലാവരും ഫസ്റ്റ് എൻ്റെ ബാൻഡിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇവരായിട്ട് അടുക്കുമ്പോൾ ഇവരെല്ലാവരും എൻ്റെ ഓരോ പാട്ടുകൾ, ചേട്ടാ മറ്റേ അല്ലു അർജുൻ്റെ ആ പാട്ടില്ലേ, അല്ലെങ്കിൽ മറ്റേ ഈ പാട്ടില്ലേ, ആ പാട്ടില്ലേ, ഇതൊക്കെ നമുക്ക് എടുക്കണം എന്ന് പറയുന്നത് മാത്രമല്ല, ഞാനിപ്പോൾ പെർഫോം ചെയ്യുമ്പോൾ ഏകദേശം ഒരു 80 to 90% എൻ്റെ ഷോയ്ക്കുള്ള ക്രൗഡെന്ന് പറയുന്നത് എല്ലാം യൂത്താണ്, കൂടുതലും അവരാണ് വരുന്നത്. അപ്പം ഇവരെല്ലാവരും ഓരോ പാട്ടിനും കണക്റ്റ് ആവുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ഒരു സെറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു സോങ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു 8 to 10 സോങ്സ് എൻ്റെ സോങ്സ് ആയിരിക്കും. അതെല്ലാം അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. അത് മെലഡി ആവട്ടെ, ഫാസ്റ്റ് നമ്പർ ആവട്ടെ, എല്ലാം. അപ്പം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഞാനൊരു ബ്ലെസ്ഡ് സോളാണ്. കാരണം ഈ പാട്ടുകളെല്ലാം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പാടിയതാണ്. പക്ഷെ ഇറ്റ്സ് എ സൈക്കിൾ എന്ന് പറയുന്നത് പോലെ അതെല്ലാം ഇപ്പോഴത്തെ അത് താങ്ക്സ് ടു സോഷ്യൽ മീഡിയ കേട്ടോ. എന്തോ പല രീതിയിൽ ഇപ്പോൾ ഗുജറാത്തി കാലത്തുള്ള കാക്കുത്തിക്കാവിലെ ഉല്ലാസ ഗായിക, സുഖമാണി നിലാവ്, ഏവാട തെമ്മാടി, വാളെടുത്തൽ, ഇതെല്ലാം പറയുമ്പോഴും ഇതെല്ലാം കുട്ടികൾക്ക് പല രീതിയിൽ അവർക്ക് ഭയങ്കരമായിട്ട് കണക്ഷൻ തരുന്ന, എല്ലാവർക്കും അറിയാം ഈ പാട്ടുകൾ. അപ്പോൾ ഞാൻ അത് സ്റ്റേജിൽ അനൗൺസ് ചെയ്ത് അല്ലെങ്കിൽ ആ പാട്ടം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ആ ഒരു വെൽക്കമിങ് അല്ല അവരുടെ ആ ഒരു എനർജി കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുമ്പോൾ എത്ര വർഷം മുമ്പ് ഞാൻ പാടിയ പാട്ടുകളാണ് ഇതൊക്കെ. ആ സമയത്ത് ഹിറ്റായിരുന്നു, പക്ഷെ അതെല്ലാം എനിക്ക് ഇപ്പോഴും അതിൻ്റെ ഫ്രൂട്ട് അനുഭവിക്കാൻ പറ്റി എന്നുള്ളതാണ്. അതിന് താങ്ക്സ് ടു മൈ മ്യൂസിക് ഡയറക്ടേഴ്സ്. ഈ പറഞ്ഞ പോലെ എന്നെ വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു മോഹൻ സിത്താര സാറാണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ അലക്സ് പോൾ, വിദ്യാജി, ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്ന എല്ലാവരോടും ഞാൻ ഈ സമയത്ത് എനിക്ക് താങ്ക്സ് പറയാനേ ഉള്ളൂ. അങ്ങനെ ഒരു ഇത് പറയുമ്പോൾ ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ്. പാട്ടുകളൊക്കെ പാടാൻ പറ്റി, കണക്ട് ചെയ്യാൻ പറ്റി. ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇനി ജെൻസി കുട്ടികളാണല്ലോ കുറച്ചുകൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരുമായിട്ടൊക്കെ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. അതിൽ ഞാൻ അലക്സ് പോൾ സാറിനോട് സംസാരിക്കുമ്പോഴും ഇത് പറഞ്ഞിരുന്നു, നിങ്ങൾ നേരത്തെ പറഞ്ഞ പുതിയൊരു കൂട്ടം ആളുകളുണ്ടല്ലോ, ഇവരെ ഒരുമിച്ച് വെച്ച് പാട്ടുണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് അലക്സ് പോൾ സാറും മോഹൻ സിത്താര സാറും ഒക്കെ. അപ്പം ചേട്ടൻ തന്നെ നിങ്ങൾ രണ്ടിൽ കൂടുതൽ ആളുകൾ പാടുന്ന പാട്ടുകൾ നിങ്ങൾ ഒരുപാട് പാടിയിട്ടുണ്ട്. ഇപ്പൊ കാറ്റാടിത്താണലും കാക്കോത്തിക്കാവിലെ, ഇത് ഭയങ്കര പവർഫുൾ സോങ്സ് ആണ്, ഭയങ്കര ഫാസ്റ്റ് നമ്പർ ആണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ കാറ്റാടിത്താളം എന്ന് പറയുന്നത് ഭയങ്കര ആ ഫുൾ ടീം പാടുന്നതാന്ന് തോന്നും, പക്ഷെ നിങ്ങൾ 4-5 പേരാണ് പാടിയിട്ടുള്ളത്. നിങ്ങൾ ഒരുമിച്ച് വളർന്നു വന്നവരാണ്, ഒരുമിച്ച് പാടുന്നവരാണ്. ആ സൗഹൃദം ഇപ്പോഴും ഉണ്ട് എന്ന്? ഇപ്പോഴും ഉണ്ട്. നമുക്കൊരു സംഘടനയുണ്ട്, സമം എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ സിംഗേഴ്സിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ട്. അസോസിയേഷന് പോകുമ്പോൾ എല്ലാവരെയും എപ്പോഴും കാണാൻ പറ്റില്ല, എന്നാലും കുറച്ച് പേരെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇപ്പോൾ ജോത്സ്ന, സിത്തു, റീമി, അങ്ങനെ കുറച്ച് പേരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. വിജു, അങ്ങനെ കുറച്ച് പേരെയൊക്കെ കാണാറുണ്ട്. പക്ഷെ എല്ലാവരെയും എപ്പോഴും കാണാൻ പറ്റാറില്ല. പക്ഷെ ഇപ്പോഴും നമ്മൾ തമ്മിൽ ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ നമ്മൾ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങാൻ നമുക്ക് പറ്റും. അതൊരു ഭാഗ്യമല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു അസോസിയേഷൻ്റെ മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു സ്നേഹവും സംഭവങ്ങളും ഒക്കെ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരുമിച്ച് ഈ പറഞ്ഞ പോലെയാണ്, ഒരുമിച്ച് വളർന്നു വന്നവരാണ്. എനിക്ക് തോന്നുന്നു ഞാൻ വന്നതിന് ശേഷം വന്ന ആളാണ് റീമി എന്ന് തോന്നുന്നു. റീമി കഴിഞ്ഞ് ജോത്സ്ന, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വി ഗ്രൂ അപ്പ് ടുഗെദർ. ഞാൻ റീമിയും ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി. ആൻഡ് എൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസ്, സ്റ്റേജ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ അതൊക്കെ റീമിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാവരുമായിട്ട് ഇപ്പോൾ കൂടുതലും ജോത്സ്ന ഒക്കെ ആയിട്ടാണ് കൂടുതലും ഷോസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുമായിട്ട് ആ സ്നേഹബന്ധം ഇപ്പോഴും കയറുണ്ട്. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് നമ്മൾ തമ്മിൽ. സ്നേഹം എപ്പോഴും ഉണ്ട്. അത് ഭയങ്കര രസമാണ്. ഇതേപോലെ ഇവിടെ ഇരുന്ന് ജോത്സ്ന ചേച്ചി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാ. ഈ കാറ്റാടിത്തണലും ഒക്കെ പറയുമ്പോഴും ഈ നിങ്ങൾ ഒരുമിച്ച് പാടുന്ന പാട്ടുകളുടെ മാജിക് എന്ന് പറയുന്നത് നിങ്ങൾ റെസണേറ്റ് ചെയ്ത് പാടുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ അത് ഒരേ സമയത്ത് ഒരുമിച്ച് റെക്കോർഡ് ചെയ്തതാണോ അതോ? അല്ല, സുഖമാണി നിലാവ് ഞാൻ ആദ്യം പാടി, പിന്നെയാണ് ജോത്സ്ന പാടിയത്. പിന്നെ കാറ്റാടിത്തണൽ ഞാൻ തന്നെയായിരുന്നു ആദ്യം പാടിയത്. കാക്കുത്തിക്കാവിലെ ഞാനാണ് ആദ്യം പാടിയത്. എന്തോ എനിക്കാണ് ആദ്യം പാടാനുള്ള, എന്നെ വെച്ചാണ് കൂടുതലും പണിയെടുപ്പിക്കാറുള്ളത്. അപ്പോൾ എനിക്ക് കാക്കുത്തിക്കാവിലെയൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അലക്സാണ്ടറിന്റെ ഫസ്റ്റ് മൂവിയാണ് ചതിക്കാത്ത ചന്തു. ആ സമയത്ത് ഇറങ്ങിയപ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറേ
ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും അദ്ദേഹം വളരെ കൂളായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം വന്ന് എനിക്ക് തോന്നുന്നു ഒരു ദിവസം എടുത്തു ആ പാട്ട് എനിക്ക് പാടാൻ. അത് ശ്രീകുമാരേട്ടൻ്റെ പോർഷൻ കൂടെ ഞാൻ പാടി, എന്നിട്ടാണ് പിന്നെ ശ്രീകുമാരേട്ടൻ മിക്സ് ചെയ്തത്. അപ്പോൾ ഒരു ദിവസം ആദ്യം തൊട്ട് രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 9:30-10 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 4-5 മണി വരെ ഇങ്ങനെ പാടുക ആ പാട്ട്. അപ്പോൾ പക്ഷേ എനിക്കിപ്പോഴും ആ പാട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേജിൽ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞ് സലീമേട്ടൻ്റെ ആ ഒരു ഡയലോഗ് ഇട്ടിങ്ങനെ തുടങ്ങിക്കഴിയുമ്പോൾ ഭയങ്കര കൈയടിയാണ്. ആ പാട്ടൊക്കെ ഇപ്പോഴും ആൾക്കാർ മനസ്സിൽ സൂക്ഷിക്കുന്ന പാട്ടുകളാണ്. ഞങ്ങള് അത് ഇവിടെ ഉള്ളപ്പോഴല്ല, നമ്മൾ കേരളം വിട്ടുപോയി കഴിഞ്ഞാലാണ് ഈ പാട്ടുകളോടുള്ള സ്നേഹം കൂടാ. ഞാൻ അത് ആക്ച്വലി എനിക്കത് മനസ്സിലായെന്ന് വെച്ചാൽ, ഞാൻ ഒരു 2-3 മാസം മുമ്പ് ഒരു യൂറോപ്പ് ടൂർ ഉണ്ടായിരുന്നു, നമുക്ക് ഗിഗ് ടൂർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തി, അന്ന് ജോത്സ്നയുണ്ട്, നമ്മുടെ ടൂറിൽ ജോത്സ്നയുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ UK ഒരു സ്ഥലത്ത് ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ ഒരു പാട്ടിങ്ങനെ കേൾക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ആ റെസ്റ്റോറൻറ്റിലോട്ട് അടുത്തടുത്ത് നീങ്ങിയപ്പോൾ ഒരു വലിയൊരു സ്പീക്കറിൽ ഒരു ഇതിട്ടിട്ട് കുറേ പിള്ളേരിങ്ങനെ നിൽക്കുക. അവർ ഡാൻസ് ഒന്നും ചെയ്യുന്നില്ല, അവരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വൈബ് ചെയ്ത് നിൽക്കുന്നു. നോക്കിയപ്പോൾ തെമ്മാടിക്കാറ്റയാണ്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചേ, കൊള്ളാമല്ലോ, നമ്മുടെ പിള്ളേരാണല്ലോ എല്ലായിടത്തും പറയുന്നത്. അതിങ്ങനെ പല സ്ഥലങ്ങളിലും വെച്ച് എന്നൊക്കെ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലും വെച്ച് കേരളം വിട്ടു പോകുമ്പോഴാണ് നമുക്ക് കൂടുതലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ പാട്ടുകൾ. ഭയങ്കര റൂട്ടഡ് ആയി തോന്നും നമുക്ക് ഇത് കേൾക്കുന്ന സമയത്ത്. അതായത് ഇപ്പൊ കാക്കോത്തിക്കാവിലേക്ക് എനിക്ക് നമ്മള് ബാക്കി പാട്ടുകൾ, ഇപ്പം എന്താ പറയാ, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടുകൾ, നാഷണൽ അവാർഡ് കിട്ടിയ പാട്ടുകളൊക്കെ എല്ലാവർക്കും അറിയണ്ടാവും, ലൈക്ക് അതിനൊരു യൂണിവേഴ്സാലിറ്റി ഉണ്ടാവും. പക്ഷെ കാക്കോത്തിക്കാവിലെ നമ്മുടെ പാട്ടാ, മലയാളികളുടെ പാട്ടാ. ആ സാധനം നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും എന്നുള്ളതാ. അത് തന്നെ വലിയൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച്, ഒരു പാട്ടുകാരനെ സംബന്ധിച്ച്. അങ്ങനെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ വാക്ക് ഭയങ്കര പ്രഷ്യസ് ആണ് നമുക്ക്. അത് നമ്മളുടെ പാട്ടാ, അത് നമ്മളിങ്ങനെ ഇവിടെ വെക്കുന്ന പാട്ടാന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. ഞാൻ കുറച്ച് പാട്ടുകൾ പറയാം. അത് പറയുമ്പം വരുന്ന മെമ്മറി ഇതുണ്ടായ കഥയോ അല്ലെങ്കിൽ അതോട് ചേർന്ന് നിൽക്കുന്ന, ഇതെന്റെ സ്ഥിരം ക്വസ്റ്റൻ എന്ന് പറഞ്ഞ ലിറ്റർ കളിയാക്കും, എന്നാലും ഞാൻ ചോദിക്കും. സുഖമാണി നിലാവ് ഒരു ഭയങ്കര വലിയൊരു ബ്രേക്കാണ് എനിക്ക് തന്നത്. എൻ്റെ മ്യൂസിക്കൽ കരിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബ്രേക്ക് തന്നൊരു സോങ് എന്ന് പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞ കോട്ട് ചെയ്യട്ടെ, എൻ്റെ വോയിസിൽ ഇങ്ങനത്തെ ഒരു ഫീല് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ വോയിസിൽ ഒരു ഐഡൻറ്റിറ്റി, ഈ ഇങ്ങനത്തെ പാട്ടുകൾ വിധുവിനെ വെച്ച് പാടിപ്പിക്കാം എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തിച്ച ഒരു സോങ്ങാണ് അത്. ഇപ്പോഴും എനിക്കറിയാം, അത് അദ്ദേഹം പറഞ്ഞു തന്നത് 2 ടീനേജ് ആൾക്കാർ ഹിൽ സ്റ്റേഷനിൽ തൊട്ടടുത്ത് ചേർന്നിരുന്ന് ചെവിയിലിങ്ങനെ വിസ്പർ ചെയ്യുന്ന രീതിയിലായിരിക്കണം അതിനെ പാടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അത് പാടാൻ നേരത്ത് ഒരിക്കൽ പോലും കുറച്ച് ഓപ്പൺ ആകുമ്പോൾ മാഷ് പറയും, ഇത്രയും വേണ്ട എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ സുഖമാണി നിലാവ്, എന്ത് സുഖമാണി കാറ്റ്, ഇത്രയും മതി എന്നുള്ളത് പറയും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പെട്ടെന്ന് മനസ്സിൽ വരുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനത് തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിലാണ് പാടുന്നത്. അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഫ്ലാഷ് പോലെ വരും മനസ്സിൽ. സുഖമാണി നിലാവ്, എന്തു സുഖമാണി കാറ്റ്, അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണി സന്ധ്യ, പൂഞ്ചിറകിൽ പറന്നുയരാ കുളിരലയിൽ നനഞ്ഞലിയ അഴകേ വെൽക്കം. ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ ചെവിയുടെ അപ്പുറത്ത് നിന്ന് കേൾക്കാം. മഴയുള്ള രാത്രി അത് ആ സമയത്ത് ഒത്തിരി പൃഥ്വിക്ക് വേണ്ടി ഒരുപാട് പാട്ടുകൾ ഞാൻ പാടി. അപ്പോൾ ആ സമയത്ത് കേട്ട ഒരു വലിയൊരു കോംപ്ലിമെൻ്റ് ആയിരുന്നു, പൃഥ്വിരാജിൻ്റെ ശബ്ദവുമായി വിധു പ്രതാപിൻ്റെ ശബ്ദത്തിന് ഭയങ്കര സാമ്യമുണ്ട് എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒത്തിരി പാട്ടുകൾ ഞാൻ പാടി. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ആ സിനിമ ഇറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതലൊരു മൈലേജ് കിട്ടിയ ഒരാളാണ് ഞാൻ. ആ പാട്ടിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ആ കരിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബ്രേക്ക് തന്നാൽ, അല്ലെങ്കിൽ ആ കരിയറിൽ ഏറ്റവും കൂടുതൽ മൈലേജ് തന്നൊരു സോങ്ങാണ് എനിക്ക് ആ സോങ്. അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ, കഥ
ഒത്തിരി പണിയെടുത്തു പാട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ. പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടില്ലാത്തതെന്ന് പറഞ്ഞാൽ ഔസേപ്പച്ചൻ സാർ നന്നായിട്ട് പാടും. അദ്ദേഹം വയലിനിസ്റ്റ് ആണല്ലോ, അദ്ദേഹം നന്നായിട്ട് പാടും. അപ്പോൾ അദ്ദേഹം പാടുന്നത് അതുപോലെ പാടിയാൽ മാത്രം മതി, വേറെ എക്സ്ട്രാ ഒന്നും പാടേണ്ട ആവശ്യമില്ല. ആ സംഗതികളാണെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ആ എക്സ്പ്രഷൻ വെച്ച് അതങ്ങ് പാടി. പക്ഷേ ഈ പാടുന്ന സമയത്ത് ഈ പാട്ട് ഇത്ര ഹിറ്റാവും, അല്ല ഇത്രയും വർഷം നീണ്ടു നിൽക്കും എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. സിനിമ ആളുകൾ ഓർക്കുന്നുണ്ടോ? അതെ, ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. അതെ അതെ അതെ, പാട്ട് ആൾക്കാർക്ക്, അതാ ഞാൻ പറഞ്ഞത്, ഭയങ്കര മൈലേജ്, എനിക്ക് പേഴ്സണലി ഭയങ്കര മൈലേജ് തന്നൊരു സോങ് ആണ് അത്. യെസ്, എല്ലാ രണ്ടുപേരും പാടണം അല്ലേ? അതല്ലേ? എന്നാലും കൊതിയല്ലേ. മഴയുള്ള രാത്രിയിൽ മനസ്സിൻ്റെ തൂവലിൽ വിരൽ തൊട്ടുണർത്തുന്നതാരേ, മഴയുള്ള രാത്രിയിൽ മനസ്സിൻ്റെ തൂവലിൽ വിരൽ തൊട്ടുണർത്തുന്നതാരേ, അരികത്തിരുന്നൊരു പ്രിയമുള്ള പാട്ടായി, അരികത്തിരുന്നൊരു പ്രിയമുള്ള പാട്ടായി പരിഭവം പകരുന്നതാരേ, മഴയുള്ള രാത്രിയിൽ മനസ്സിൻ്റെ തൂവലിൽ വിരൽ തൊട്ടുണർത്തുന്നതാരേ, ആരേ. താങ്ക് യു സോ മച്ച്. യു വെൽക്കം. കാറ്റാടിത്തണലും. കാറ്റാടിത്തണലും ആദ്യം അത് ഞാൻ തന്നെയാണ്, ഈ പറഞ്ഞ പോലെ ആദ്യം ഞാൻ തന്നെയാണ് പാടുന്നത്. അപ്പം എൻ്റെ അടുത്ത് എന്നിട്ട് അലക്സ് ചേട്ടൻ ചോദിച്ചു, ഇതൊരു ഗ്രൂപ്പ് പോലെ പാടുന്നതാണ്, നമുക്ക് 2-3 സിംഗേഴ്സിനെയും കൂടെ വെച്ച് പാടിക്കാല്ലേ? അത് ഞാൻ ചേട്ടാ നല്ല തീരുമാനമായിരിക്കും. സിസിലി പാടി, രജി ചേട്ടൻ പാടി, രമേഷ് ബാബു അതിനകത്ത് പാടിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതൊരു ഒരു എക്കാലത്തെയും നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഹിറ്റായിട്ടുള്ളൊരു മൂവിയാണ് ക്ലാസ്മേറ്റ്സ്. എല്ലാവരും റീപ്ലേസ് ചെയ്യാനില്ല, എക്സാക്ട്ലി റീപ്ലേസ് ചെയ്യാനില്ല. അപ്പോൾ അതിനകത്ത് ഓരോ പാട്ടുകളും, എൻ്റെ ഖൽബിലെ, കാത്തിരുന്ന പെണ്ണല്ലേ, കാറ്റാടിത്തണലും, അങ്ങനെ എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ആ ആൽബമിൽ എനിക്കൊന്ന് 5 to 6 സോങ്സ് ഉണ്ട് ഓൾമോസ്റ്റ്. എല്ലാ പാട്ടുകളും, അതെ, ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. ഈ പാട്ടിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും, കോളേജിൽ പഠിച്ചവരാകട്ടെ, സ്കൂളിൽ പഠിച്ചവരാവട്ടെ, നാട്ടിൽ നിന്ന് പ്രവാസികളാവട്ടെ, എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയ ഭയങ്കരമായിട്ട് ഉണർത്തുന്ന ഒരു പാട്ടാണ് അത്. സ്റ്റേജിൽ ചെന്നിട്ട് മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാൻ നെഞ്ചം കണി കണ്ടേ നിറയേ, കാണുന്നതിലെല്ലാം മഴവില്ലുള്ളതുപോലെ ചേലുള്ളവയെല്ലാം വരമാകുന്നതുപോലെ, പുലരുളിയുടെ കസവിളകിയ കനവുകളുടെ രസനടനം കാറ്റാടിത്തണലും. അത് പാടി നിർത്തുമ്പോൾ തന്നെ എല്ലാവരും കാറ്റാടിത്തണലും അങ്ങ് തുടങ്ങും സ്റ്റേജിൽ പാടുമ്പോൾ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഫീല് തരുന്നത്. ആ കാറ്റാടിത്തണലും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും. ആസ് എ സിംഗർ എൻ്റെ മനസ്സിങ്ങനെ നിറയും, എല്ലാവരും ചേർന്ന് ഹോൾ ക്രൗഡ് ഇങ്ങനെ പാടുമ്പോൾ. കമ്മ്യൂണിറ്റിയുടെ പാട്ട്. അതെ അതെ അതെ, എക്സാക്ട്ലി. വിഷ്വലാണ്. നന്നായിട്ട് ബ്യൂട്ടിഫുള്ളി ലാലു ചേട്ടൻ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. വരികൾ നല്ലതാണ്. അരമതിലും കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും, അത് ഭയങ്കര ആ സമയത്തുള്ള, അത് അപ്പോഴത്തെ കാലഘട്ടത്തിലല്ല, കുറച്ച് ബാക്കിലോട്ടുള്ള ഒരു കോളേജ് കാലഘട്ടത്തിൽ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ആ സമയത്തുള്ള ആ പ്രണയവും ആ ഒരു വൈബ് മനസ്സിലാക്കിയാണ് ശരത്തേട്ടൻ എഴുതിയിരിക്കുന്നത്, വയലാർ ശരത്തേട്ടൻ. അപ്പോൾ അതൊക്കെ എല്ലാം കൂടെ ചേർത്ത് ഭയങ്കര നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു സിനിമയും പാട്ടുകളുമാണ് അതിനകത്ത്. ആ സിനിമ കഴിഞ്ഞിട്ടും പിന്നെ 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ കോളേജ് പഠിച്ചിട്ടില്ല. ഇയാൾ എൻ്റെ പ്രായം മുഴുവൻ പുറത്താക്കുമല്ലോ. കാക്കോത്തിക്കാവിൽ ഇറ്റ്സ് എ ഫൺ, ഒരു എന്താ പറയണ്ട, ഒരു എൻജോയ്, എവിടെ പോയാലും എല്ലാവർക്കും ഡാൻസ് ചെയ്ത് വൈബ് ചെയ്ത് തുള്ളി മറിയാൻ പറ്റിയ ഒരു സോങ് ആണ്.
അതിനകത്ത് കുറേ ഉണ്ട്, വരികൾ കുറേ ഉണ്ട് പാട്ടിൽ. അതൊരു ഒരു ബ്യൂട്ടിഫുൾ ഒരു എന്താ പറയുക, എപ്പോൾ പാടിയാലും എല്ലാവരും കൂടെ തുള്ളുന്ന ഒരു സോങ് ആണ്. ഞാൻ ഭയങ്കര ആരാധിക്കുന്ന ഒരു സിംഗറാണ് ശ്രീകുമാരേട്ടൻ. അദ്ദേഹത്തിൻ്റെ കൂടെ പാടാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ അതൊക്കെ അത് ഒരു വേറൊരു വൈബാണ്, വേറൊരു വൈബ് തരുന്നൊരു സോങ്ങാണ്. അതും എനിക്ക് തോന്നുന്നു ശരത്തേട്ടൻ തന്നെയാണെന്ന് തോന്നുന്നു ലിറിക്സ്. ശരത്തേട്ടൻ, അലക്സ് ഏട്ടൻ തന്നെ അല്ലേ? അവർ അലക്സ് പോൾ അതെ, ചതിക്കാത്ത ചന്തു. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒത്തിരി ആ ആൽബത്തിലുള്ള എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. സിനിമയും ഭയങ്കര ഹിറ്റായിരുന്നു. റീപ്ലേസ് ചെയ്യാത്ത സിനിമ. കോമഡി ഇങ്ങനെ നമുക്കിങ്ങനെ അല്ലേ, വേറെ നമുക്ക് അതെ 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 അത് അങ്ങനത്തെ ഒരു വൈബ് വരുന്നൊരു സോങ് ആണ്. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ ഒരു രാത്രി കൂടി വിടവാങ്ങവേ, കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ. ഫാസ്റ്റ് നമ്പേഴ്സ് ഇറങ്ങണമെങ്കിൽ കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. ഞാൻ ആദ്യം വിദ്യാജിയുടെ മുമ്പിൽ പാടുന്നതല്ല, അദ്ദേഹത്തിന് വേണ്ടി ആദ്യം ട്രാക്ക് പാടുന്നത് മിന്നിത്തെന്നും നക്ഷത്രങ്ങൾ വിണ്ണിൽ ചിന്നുന്നു. അതിൻ്റെ ട്രാക്ക് ഞാനാ പാടിയത്. മിഴിയറിയാതെ വന്നു നീ എൻ്റെ എല്ലാം എല്ലാം അല്ലേ എൻ്റെ ചെറിയ, എത്ര പാട്ട് വേണം അദ്ദേഹത്തിന്റെ, ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടംപോലെ. മറ്റേ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ തമിഴിൽ ഹിറ്റായ താമരപ്പൂക്കും തണ്ണിക്കും എന്നൊക്കെ, അദ്ദേഹത്തിന്റെ തമിഴ് ഒത്തിരി ഉണ്ട്.